ഇന്ത്യൻ നിയമവ്യവസ്ഥയിലെ ഏറ്റവും വിപ്ലവകരമായ ഒരു വിധിയായിരുന്നു 2018 ഉണ്ടായത്. 2018 ജോസഫ് ഷൈൻ കേസ്. വർഷങ്ങളായി നിലനിന്നിരുന്ന അവിഹിത ബന്ധം അഥവാ അഡൾട്ടറി ഒരു ക്രിമിനൽ കുറ്റമല്ലെന്ന് സുപ്രീം കോടതി വിധിച്ചത് കേസിലാണ്. എന്തായിരുന്നു ഈ കേസ്? എന്തുകൊണ്ടാണ് IPC അതായത് ഇന്ത്യൻ ഭരണഘടനയിലെ 497 വകുപ്പ് റദ്ദാക്കിയത്? ഇതിൽ വന്ന പുതിയ മാറ്റങ്ങൾ എന്തൊക്കെയാണ്? വരൂ നമുക്ക് പരിശോധിക്കാം. നമ്മുടെ പഴയ ശിക്ഷാ നിയമം അനുസരിച്ച് ഒരാൾ മറ്റൊരാളുടെ ഭാര്യയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ അത് കുറ്റകരമായിരുന്നു. ഇതിൽ ചില വിചിത്രമായ കാര്യങ്ങൾ ഉണ്ടായിരുന്നു. പുരുഷനെ മാത്രമേ ശിക്ഷിക്കാൻ കഴിയൂ. ഭർത്താവിന്റെ അനുമതിയോടുകൂടിയാണ് ഭാര്യ ബന്ധപ്പെട്ടതെങ്കിൽ അത് കുറ്റമല്ല. അതായത് സ്ത്രീയെ ഭർത്താവിന്റെ ഒരു പ്രോപ്പർട്ടി ആയിട്ട് മാത്രമായിരുന്നു പഴയ നിയമം കണ്ടത്. ഈ നിയമത്തെയാണ് പ്രവാസിയായ ജോസഫ് സൈൻ കോടതിയിൽ ചോദ്യം ചെയ്തത്. 2018 സെപ്റ്റംബർ 27 5-അംഗ ഭരണഘടനാ ബെഞ്ച് ഏകകണ്ഠമായി വിധി പ്രസ്താവിച്ചു. കോടതി പറഞ്ഞ പ്രധാന കാര്യങ്ങൾ ഇവയായിരുന്നു. ആർട്ടിക്കിൾ 14-15 സ്ത്രീയെ താഴ്ന്നവളായി കാണുന്ന ഈ നിയമം തുല്യനീതിക്ക് വിരുദ്ധമാണ്. ആർട്ടിക്കിൾ 21 സ്വകാര്യതയും സ്വന്തം ശരീരത്തിന് മേലുള്ള അവകാശവും ഓരോ വ്യക്തിയുടെയും മൗലിക അവകാശമാണ്. വിവാഹത്തിന് പുറത്തുള്ള ബന്ധം ധാർമ്മികമായി തെറ്റായിരിക്കാം, പക്ഷെ അത് ശിക്ഷാർഹമായ ഒരു ക്രിമിനൽ കുറ്റമല്ല. അത് വിവാഹമോചനത്തിനുള്ള ഒരു കാരണമാണ്. അതായത് വിവാഹമോചനത്തിന് ഒരു ഗ്രൗണ്ടായി അത് നിലനിൽക്കും. സിവിൽ ഗ്രൗണ്ട് ഫോർ ഡിവോഴ്സ്. 2018 ശേഷം എല്ലാവരും കരുതിയത് ആർക്കും ഇതിന് ശിക്ഷ ലഭിക്കില്ല എന്നായിരുന്നു. എന്നാൽ 2023 സുപ്രീം കോടതി ഒരു പ്രധാന വ്യക്തത വരുത്തി. സൈന്യത്തിലെ അവിഹിത ബന്ധം അച്ചടക്ക ലംഘനമായി കണക്കാക്കപ്പെടാം. സൈനികരുടെ അച്ചടക്കം കാത്തു സൂക്ഷിക്കാനായിട്ട് അവർക്കെതിരെ കോർട്ട് മാർഷൽ നടപടികൾ എടുക്കാനായിട്ട് സൈന്യത്തിന് അധികാരമുണ്ടെന്ന് കോടതി വ്യക്തമാക്കി. അതായത് സാധാരണക്കാർക്ക് ഇതൊരു ക്രിമിനൽ കുറ്റമല്ലെങ്കിലും സൈന്യത്തിന് കടുത്ത ശിക്ഷ ലഭിക്കാവുന്ന ഒരു അച്ചടക്ക ലംഘനമാണ് ഇപ്പോഴും ഇത്. ചുരുക്കത്തില് ജോസഫ് ഷൈൻ കേസ് വ്യക്തി സ്വാതന്ത്ര്യത്തെയും സ്ത്രീ സമത്വത്തെയും ഉയർത്തിപ്പിടിക്കുന്നു. നിയമം മാറുമ്പോഴും ധാർമ്മികത വ്യക്തിപരമായ തിരഞ്ഞെടുപ്പായി തുടരുന്നു. ഈ വീഡിയോ ഉപകാരപ്രദമായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കൂടുതൽ നിയമപരമായ കാര്യങ്ങൾക്ക് ഈ അക്കൗണ്ട് ഫോളോ ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പൊ മറ്റൊരു വീഡിയോ ഞാൻ ഉടനെ വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ബൈ.